Sahur. Ada kejadian misterius yang hanya muncul saat sahur. Sahur. ഓ കൊറേ നേരം കൊണ്ട് നടക്കുവന്നല്ലോ, ദാഹിച്ചിട്ട് വയ്യ എന്റെ പൊന്നോ. ഇതിനകത്തെ ചായ എല്ലാം തീർന്ന്. എനിക്കിനി വേണ്ട ഈ ചായ ഈ ചൂട് സമയത്ത്. വല്ല വെള്ളം വല്ലതും കിട്ടുമോ നോക്കായിരുന്നു, പച്ചവെള്ളം. എത്ര നേരം കൊണ്ട് നടക്കുവോ ഞാൻ ഇവിടെ അങ്ങനെ മാറിയിരിക്കാം. ആകെപ്പാടെ വാടി തളർന്ന്. അവിടത്തെ കൊറേ പിള്ളേര് കളിക്കുന്നു. അതിന് ഇങ്ങോട്ട് മാറുന്നോ, അവിടെ എനിക്ക് ഒരു കിണർ പോലെ കാണുന്നുണ്ടല്ലോ. അവിടെ പോയി നോക്കാം, ഒരു കിണർ കാണുന്നു. നമുക്ക് ഓണത്തിന് 10 ദിവസം അവധിയില്ലേ, അങ്ങനെ നമ്മൾ എവിടെ ടൂർ പോകേണ്ടത്? എന്റെ അമ്മ എന്നാ പറഞ്ഞു നമുക്ക് കന്യാകുമാരി പോകുന്നു പറഞ്ഞു. അപ്പൊ കുട്ടികൾ പറയാം കന്യാകുമാരി പോകണ്ട, വേറെ എവിടെ ശിവകാശിയില്ല തെങ്കാശിയിലും കണ്ടു പോകുന്നു. എങ്ങോട്ട് ടൂർ പോകണമെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മാറി ഇരുന്ന് ചർച്ച ചെയ്യാൻ ചേച്ചി. ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. ഇവിടെ ഒരു കിണർ കാണുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് പോകാം. തൊട്ടിയും കയറും കിടക്കുന്നല്ലോ. ഇതിനിപ്പോ എങ്ങനെ വെള്ളം കോരും? എനിക്കറിയാൻ മേല ഇങ്ങനൊന്നും വെള്ളം കോരാന്. ഒരു കാര്യം ചെയ്യാം, ആ പിള്ളേരെ ഇങ്ങോട്ട് ആകർഷിക്കാം. ആ പിള്ളേരാരെങ്കിലും വന്ന് വെള്ളം കോരി തരട്ടെ. നമുക്ക് ടോസ് ഇല്ല. ഇന്നലെ ഏത് സ്ഥലം കിട്ടുന്ന നമുക്ക് ആ ടൂർ വന്ന് തീരുമാനിക്കാം. എങ്ങനെ ഐഡിയ? ഐഡിയ. അങ്ങോട്ട് പോടി. എന്നെ പിടിച്ചങ്ങോട്ട് വലിക്കുന്ന പോലെ. ആ പിള്ളേരെല്ലാം വലിച്ച് ഇവിടെ കൊണ്ടിടാം. ആ പിള്ളേർ വെള്ളം കോരിത്തരും തരട്ടെ എനിക്ക്. ഇവിടെ കിണറാകുമ്പോഴത്തേക്ക് തന്നെ പിള്ളേർ വെള്ളം കോരിക്കോളും. അപ്പൊ എനിക്ക് അവളുടെ അടുത്ത് കുടിക്കാം. നമ്മുടെ വീട്ടിലെല്ലാം കിണറാണെങ്കിൽ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചാലേ. അത് ഞാൻ കുടിച്ചു മോളെ. നല്ല ടേസ്റ്റ് ഉള്ള വെള്ളം. ഈ ചായ എന്തിനു കൊള്ളാം, ഈ ഉണക്ക ചായ. എനിക്കത് ഇതിനകത്ത് കോരി വലിയ ശീലമില്ല, അതുകൊണ്ടാ. എന്തായാലും കോര. പഞ്ചായത്ത് വെള്ളം അതിന് നല്ല സൂപ്പർ വെള്ളം. ഈ ഇടയ്ക്കങ്ങോട്ട് അവര് ശുദ്ധിയായിരിച്ചു തോന്നുന്നു വെള്ളം. വെള്ളം പിന്നെയും കോരിയോ? എന്റെ ദാഹം മാറിയിട്ടില്ല, എനിക്ക് ഭയങ്കര ദാഹമാണ്. ഞാൻ അതുകൂടെ കുടിക്കട്ടെ. ഇനി മാറി നിൽക്കാം. അതും ഇല്ല, വെള്ളം ഇവിടെ കോരി വെക്കുന്നത് കാണാം. പിന്നെ നോക്കുമ്പോൾ കാണാൻ എന്റെ വെള്ളം. ചേച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് മാറി ഇരിക്കാൻ പോവാ. എനിക്ക് നിൽക്കാന്. ചേച്ചി വെള്ളം കോരി വെച്ചിട്ട് വിളിച്ച്. വെള്ളം ഇനി തൊട്ടി കിട്ടുമ്പോ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ഞാൻ അങ്ങോട്ട് മാറി ഇരിക്കാൻ പോവാ. നിങ്ങളാണ് കൊള്ളാലോ. എന്നെ കൂടെ ഒറ്റയ്ക്ക് വെള്ളം കോരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറി ഇരിക്കാതെ. ഞാൻ കോരുന്ന വെള്ളം എവിടെ അപ്രത്യക്ഷമായി പോവാ. നല്ല പരിപാടി കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് വെള്ളം കോരാൻ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ പോരാ. ഈ തൊട്ടിക്കത്തിന് എപ്പോൾ വെള്ളം വരുന്നോ അന്നേരം വന്നാൽ മതി നിങ്ങൾ ഇങ്ങോട്ട് കേട്ടോ. ഞാൻ അപ്പം നിങ്ങളെ വിളിക്കാം, അവിടെ ഇരുന്ന് വേണമെങ്കിൽ. എന്തായാലും ഞാൻ വലിയ കൺസെഷൻ തരുന്നത് എല്ലാവർക്കും. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക്. അയ്യോ സോറി അമ്മണി. ഇനിയെങ്കിലും കോരുന്ന വെള്ളം ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. അതെ, വീണ്ടും വെള്ളം കോരുന്നു. ഇതും കൂടെ കുടിക്കട്ടെ, എനിക്ക് ദാഹം കൊണ്ട് മാറുന്നതേ ഇല്ല. എന്റെ ദൈവമേ, ഞാൻ ഇന്നിപ്പോ എത്ര തൊട്ടി വെള്ളം കോരി. ഈ ഇടത്തിൽ വെള്ളം തീരാമായി തോന്നി ഞാൻ കോരി. അയ്യോ, എന്നിട്ട് വെള്ളം അവിടെ തൊട്ടി കിട്ടുന്നില്ലല്ലോ. ഇതെന്ത് കഷ്ടം ഇത്. എനിക്ക് വാശിയാ. വെള്ളം എന്തായാലും ഒരു തൊട്ടിയെങ്കിലും കോരി അവരെ കൊണ്ട് കുടിപ്പിക്കണം. അല്ലെങ്കിൽ അവരെല്ലാം കൊണ്ട് എന്നെ കളിയാക്കി കൊല്ലു. എന്തായാലും എനിക്ക് വാശിയായി. ഞാൻ എന്തായാലും ഒരു തൊട്ടി വെള്ളമെങ്കിലും അവരെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ഇനി ഞാൻ കോരട്ടെ. ഈ കിണറ്റിലെ വെള്ളം നീർന്നാലും വേണ്ടില്ല, ഞാൻ കോരിക്കൊണ്ടിരിക്കും കിട്ടുന്നത് വരെ. അയ്യോ, എനിക്ക് ഇഷ്ടംപോലെ വെള്ളം അതിനെ കുടിക്കാൻ കിട്ടുന്നത്. അയ്യോ, ഈ കൊച്ചു വന്ന് കോരിയില്ലായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്തേനെ? എനിക്ക് ദാഹം അങ്ങോട്ട് മാറുന്ന പോലെ ഇല്ലേ കുടിച്ചിട്ട്. അപ്പോൾ ഈ വെള്ളം ഇത്ര കോരി തന്നിട്ട് ഞാൻ എന്ത് ചെയ്തേനെ? എന്തായാലും ഞാൻ ഇപ്പോഴേ പോകുന്നില്ല. വെള്ളം തീരാറായി തോന്നുന്നു. ഈ ഒരു തൊട്ടിയെ കണ്ടേ വെള്ളം തോന്നും. അതുകൂടെ കുടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. ഈ കിണർ ഞാൻ നാക്കി തുടച്ച് കുടിക്കും.
ഇവിടുന്ന്. അയ്യോ അയ്യോ ചേച്ചി, പിന്നെ വെള്ളം ഇല്ല, കിണറ്റിൽ വെള്ളമില്ല. എന്തെന്ന്? കിണറ്റിൽ വെള്ളം ഇല്ലെന്നോ? അതിനകത്ത് ഇപ്പൊ മഴക്കാലമൊക്കെ ഇല്ലേ ഏകദേശം, പിന്നത്തെ വെള്ളം ഇല്ലാത്ത കിണറ്റില് ഞാൻ എന്തിനെ കൂടെ വെള്ളം കോരിയല്ലേ ഇവിടെ? മാറി പിള്ളേരെ. എന്റെ ദൈവമേ, കിണറ്റിൽ വെള്ളമല്ല അവിടെ പോയി. എന്തെടുത്ത പിള്ളേരെ നിങ്ങൾ വെള്ളം എന്നെ കൂടെ എടുത്ത്? ഞാൻ കുറെ നേരം അടുക്കളയെന്ന് കാണു പറഞ്ഞത് ഈ കുട്ടിയായിരിക്കും ഇവിടെ കിടന്ന് വെള്ളം കോരുന്നത്. നീ ഈ വെള്ളം കോരി 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 മൊത്തം തീർത്തോ? നീ എന്തോ കിണർ തേവുമായിരുന്നു ഇവിടെ. കിണറ്റിൽ തുള്ളി വെള്ളം ഇല്ല ഇപ്പോഴും. ചേച്ചി അവളെന്ന് പറയുന്നേ ചേച്ചി, പാവം അമ്മണി ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം കോരുക. പക്ഷെ എന്തോ നടത്തിനായിട്ട് മാന്ത്രിക പരിപാടി ഉണ്ടെന്ന് അതില്. എന്തൊന്നും മാന്ത്രിക പരിപാടിയോ? വെള്ളം എല്ലാം കൂടെ തീർത്തച്ച് ആ വെള്ളം ഒഴുകുള്ളൂ. ഈ പരിസരത്ത് പോലും കാണാനില്ലല്ലോ. അതല്ലേ ചേച്ചി ഞങ്ങൾ പറഞ്ഞത്, എന്തോ മാന്ത്രിക പരിപാടിയാ. ഈ പഞ്ചായത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇവിടെ വെള്ളം കോരുന്നത്. നിങ്ങൾ എന്തോ കാണിച്ചത്? എല്ലാവരുടെ കുടിവെള്ളമല്ലേ നിങ്ങൾ പൊട്ടിച്ചത്? എന്തായാലും ഞാനിത് ഗ്രാമത്തലേന്ന് വിളിക്കട്ടെ, പ്രസിഡന്റ് ഞാനൊന്ന് വിളിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഈ തോന്നിയാസം കാണിച്ചതിന്. ചേച്ചി എനിക്കെതിരെ വെറുതെ കംപ്ലൈന്റ് ഒന്നും കൊടുക്കല്ലേ ചേച്ചി, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം കോരി, പക്ഷേ ചേച്ചി തന്നെ നോക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒരു തുള്ളി എങ്കിലും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ കിണർ ദേവിയാണെങ്കിൽ ഇവിടെ എനിക്ക് വെള്ളം കിടക്കേണ്ടത് തന്നെയോ? അല്ലെങ്കിൽ ഞാൻ എവിടെ കൊണ്ടുവരാൻ വെള്ളം? ചേച്ചി വെള്ളം കോരുന്നത് കണ്ടതല്ലേ ചേച്ചി? അടുക്കളയെന്നോട് കണ്ടതല്ലേ പറഞ്ഞത്? ഞാൻ എനിക്ക് നിരവരാതി ചേച്ചി, ഞാൻ വെള്ളം കോരിയതേ ഉള്ളൂ, പക്ഷേ കോരുന്ന വെള്ളം ഒന്നും കാണാനില്ലായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് തീരുമാനിക്കട്ടെ, ഞാൻ പോട്ടെ അദ്ദേഹത്തെ കാണാൻ. മറിച്ച് വിറ്റോ? ഇല്ലല്ലോ, നീ മര്യാദയ്ക്ക് കരയാതെ. ചേച്ചി ഇവിടെ കിടന്ന് വെള്ളം കോരുന്നു, പക്ഷെ ഒരു വെള്ളവും ഇല്ലായിരുന്നല്ലേ ഇവിടെ. അത് ഞങ്ങളായി പറഞ്ഞോളാം പഞ്ചായത്ത് പ്രസിഡന്റ് വരുമ്പോ. സാറേ ഈ കിണറിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്താ ഇവിടെ പ്രശ്നം? ഈ കിണറ്റിലെ വെള്ളമൊക്കെ എങ്ങനെ പോയി കുട്ടികളെ? സാറേ ഞങ്ങൾ നിരപരാധികളാ. ഈ അമ്മണി ഇല്ലയോ, അമ്മണി എനിക്ക് വെള്ളം കോരുന്നത്. ഞങ്ങൾക്ക് ആർക്കും വെള്ളം കോരാൻ അറിയുന്നില്ലായിരുന്നു കിണറ്റിന്ന്. ഞങ്ങൾക്ക് ദാഹിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം പറഞ്ഞ് വെള്ളം കോരാൻ പറഞ്ഞു അമ്മണിയോട്. അങ്ങനെ അമ്മണി എനിക്ക് ഒരു തൊട്ട് വെള്ളം ആദ്യം കോരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നോക്കിയപ്പോൾ വെള്ളം കാണാനില്ല. കോരിയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ തൊട്ടി അങ്ങോട്ട് വെള്ളം വെച്ചപ്പോഴത്തേക്ക് വെള്ളം കാണാനില്ല, അപ്രത്യക്ഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കോരി, അന്നേരം വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ നോക്കുമ്പോൾ അപ്രത്യക്ഷമായി. അങ്ങനെ അമ്മണി ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒന്ന് വെള്ളം തരണമെന്ന് വിചാരിച്ചിട്ട് വെള്ളം കോരി 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 അവിടെ മൊത്തം വെള്ളം കോരി കിണറ്റിലെ. ഈ കോരുന്നല്ലാതെ പക്ഷേ എങ്കിലേ ഈ കിണറ്റിലെ വെള്ളം എനിക്ക് കാണുന്നില്ല. കോരി ഇങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് അപ്രത്യക്ഷമായി പോവാ. എനിക്കൊന്ന് മാജിക്ക് കാണാനല്ലായിരിക്കും, അതോ എന്തെങ്കിലും സംഭവിച്ചതെന്ന് അറിയത്തില്ല. അത് പ്രസിഡന്റ് തന്നെ എന്തെങ്കിലും തീരുമാനം എടുത്ത് ചെയ്യണമെന്നില്ല, ഞങ്ങൾ എനിക്ക് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതാണ് തന്നെ സാറേ, ഈ പിള്ളേർ എന്തോ പരിപാടി ഒപ്പിച്ചതാ, വെറുതെ പറയും ഇവളുമാര്. സാറേ സത്യം സാറേ, വിശ്വസിക്കണം. സാറെനിക്ക് വെള്ളം ഒന്ന് കോരി നോക്ക്, ഒരു തൊട്ട് വെള്ളം അതിനകത്തുണ്ട്. ആ ഒരു തൊട്ട് സാറൊന്ന് കോരി നോക്കിയേ, പൊക്കി നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും. ആ ഇവിടെ വരുമ്പോഴത്തേക്ക് വെള്ളം കാണത്തില്ല, അപ്രത്യക്ഷമായി പോകും. ആഹാ, അങ്ങനെ ആണെങ്കിൽ എനിക്കൊന്നും അറിയണമല്ലോ ഈ മാന്ത്രിക കിണറിനെ പറ്റി. ഞാനൊന്ന് കോരി നോക്കട്ടെ. സാറെന്തോ നീ പറയുന്നത്? ഇത് മാന്ത്രിക കിണറാണോ? ഞാൻ ഇന്നലെ കൂടി ഇതിനകത്തൊന്ന് വെള്ളം കോരിതേ ഉള്ളൂ. ഈ പഞ്ചായത്തിലുള്ള ആൾക്കാർ മൊത്തം ഇതിനല്ലേ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര നാളെ ഞങ്ങൾക്ക് ആർക്കും ഇത് മാന്ത്രിക കിണറല്ലായിരുന്നല്ലോ. ഈ പിള്ളേർ വേറെ എന്തോ പരിപാടി ഒപ്പിച്ചാ വെള്ളം എടുത്ത്. അല്ലാതെ സാറെങ്കിൽ എന്തോ കോരി നോക്ക്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്ക്. അത് ഇതൊക്കെ മാന്ത്രിക കിണർ ഇപ്പൊ അങ്ങനെ ആകും? ഒറ്റയടിക്ക് അതിന് കിണർ മാന്ത്രിക കിണറാകൂ? എന്തായാലും ഞാനൊന്ന് കോരി നോക്കട്ടെ. ഇവര് പറയുന്നത് എന്തെങ്കിലും സത്യം ഉണ്ടോ നമുക്ക് അറിയണ്ടേ. അടുത്ത ആള് വെള്ളം കോരുക. ആകപ്പാട് ഒരു തൊട്ട് വെള്ളമുള്ള കിണറ്റില് അതുകൂടി ഇങ്ങനെ കോരി കഴിഞ്ഞ് ഞാനതങ്ങ് കുടിക്കും. അയ്യോ എന്റെ വിശപ്പ് അടങ്ങും, വിശപ്പെന്റെ ദാഹം. അയ്യോ എന്ത് സുഖം. ഇപ്പൊ വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉള്ള വെള്ളം. ഇത് നല്ല ശുദ്ധീകരിച്ച വെള്ളമാണെന്ന് തോന്നുന്നു, ഇത്ര ടേസ്റ്റ്. അയ്യോ അവരെ എന്നെ കണ്ടോ? കണ്ടാലെന്താ, ഞാനിവിടെ തന്നെ ഇരിക്കും. അയ്യോ വെള്ളം കുടിച്ച് നിറഞ്ഞ്. എന്തായാലും ഇവിടെ വിശ്രമിക്കാം ഈ കിണറ്റിക്കരയിരുന്ന്. നിങ്ങൾ കണ്ടിട്ടേ ഞാൻ വെള്ളം കോരിയപ്പോഴത്തേക്ക് പകുതി വരെ എനിക്ക് വെള്ളം ഉണ്ടായിരുന്നു തൊട്ടിക്കകത്ത്. ഈ തൊട്ടി എടുത്ത് ഇവിടോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തൊട്ടിയിലെ വെള്ളം അല്ലെങ്കിൽ എവിടെ പോയെന്ന് അറിയാൻ വയ്യ, അപ്രത്യക്ഷമായി. അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണല്ലോ. അയ്യോ സോറി സാറേ, ഞാനും കണ്ട് സാറിന് വെള്ളം കോരിയപ്പോഴത്തേക്ക് പകുതി വരെ ഉണ്ടായിരുന്നു ആ തൊട്ടിക്കകത്ത് വെള്ളം. പക്ഷേ ഇവിടെ മോളിൽ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം എവിടെ പോയെന്ന് അറിയാൻ വയ്യല്ലോ. അയ്യോ മക്കളെ സോറി കേട്ടോ. നിങ്ങളാണെങ്കിലേ ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചായിരിക്കും വെള്ളം ഇവിടെ നിന്നെല്ലാം കളഞ്ഞെന്ന്. സോറി കേട്ടോ, എന്തോ ഒരു വശപ്പശ ഉണ്ടല്ലോ ഈ കിണറിന്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് എന്തായാലും മിസ്റ്റേക്ക് ഇല്ലെന്ന് സാറിന് എന്തായാലും മനസ്സിലായല്ലോ. അത് തന്നെ ആശ്വാസം. ആ ഒരു തൊട്ട് വെള്ളം ഞാൻ അതിൽ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോ കുറ്റക്കാരിയായനെ. ഭാഗ്യമായിപ്പോ ലാസ്റ്റ് ഒരു തൊട്ട് വെള്ളം ഞാൻ കോരാഞ്ഞത്. അതുകൊണ്ട് എന്തെയും സാർ ഇപ്പൊ തെളിയിച്ചത്. സോറി മക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചത് സോറി. സാർ എനിക്ക് വെള്ളം കുറിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇവിടെ എഴുതി പറഞ്ഞതോ കണ്ട്. എന്തെങ്കിലും അദൃശ്യ ശക്തി വല്ലാന്നോ ഈ വെള്ളം ഇവിടുന്ന് മോഷ്ടിക്കുന്നത്? എന്നെ കളിയാക്കുന്നു, ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതൊന്നും ഇത് കെറ്റിൽ നടക്കുന്നത്. സാധാരണ നമ്മൾ ചായ കഴിച്ചു വെക്കുന്ന കെറ്റിലില്ല ഇത്. ഈ കെറ്റിലെന്തൊക്കെ നടക്കുന്നത്? അയ്യോ ഇത് പണ്ടുപുരാണ് കാലത്തുള്ളതാണല്ലോ. ഇതാണെങ്കിൽ ഇപ്പോഴും കാണാൻ വയ്ക്കും കടകളിലൊക്കെ. ഇത് എവിടെ വന്നത്? ഇത് സംസാരിക്കുന്നുണ്ടോ? ഇത് സംസാരിക്കുന്നു എനിക്ക് തോന്നിയല്ലോ. നിങ്ങളാണ് ഉദ്ദേശിക്കുന്ന പോലത്തെ കെറ്റിലല്ല. ഇത് ഞാനാ ഇവിടുത്തെ വെള്ളം മൊത്തം കുടിച്ചത്.
കുറേ നാളുകൊണ്ട് ഞാൻ ഈ ചൂട് ചായയും കൊണ്ട് നടക്കുക. എനിക്ക് ഈ ചൂട് സമയത്ത് ചായ വേണ്ട. അതുകൊണ്ട് ഞാൻ ഓർത്തി കിണറ്റിൽ വെള്ളം കുടിക്കാന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പിള്ളേരെ ഇവിടെ പിടിച്ച് വരച്ച് വെള്ളം കോരിച്ചത്. ഈ പിള്ളേർ കോരുന്ന വെള്ളം മൊത്തം ഞാൻ കുടിച്ച്. എനിക്കിപ്പോൾ എന്തായാലും വയറ് നിറഞ്ഞിട്ടുണ്ട്. ഞാനെന്നാ പോട്ടെ. അവിടെ നിൽക്ക്. താത്താത്ത സഹൂറായാലും ഗെറ്റിലായാലും കൊള്ളാം. നിങ്ങൾ എന്താ കരുതിയത്? തോന്നിയ ദിവസം കാണിച്ചിട്ട് അങ്ങ് ഇറങ്ങി പോകാമെന്നോ? നിങ്ങൾ ആരായാലും കൊള്ളാം. മന്ത്രവാദിയോ നിങ്ങൾക്ക് മാന്ത്രിക ശക്തി എന്തോ ഉണ്ടെങ്കിലും കൊള്ളാം. ഞാനാരും നിങ്ങൾക്കറിയോ? ഞാനിവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാ. ഇവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ മൊത്തം ഞാനാണ് നോക്കുന്നത്. അങ്ങനെ നോക്കാൻ എനിക്കറിയാമെങ്കിലേ നിങ്ങളെ ഒതുക്കാനും എനിക്കറിയാം. ഇത്രയും പേരുടെ കാര്യങ്ങൾ എനിക്ക് ഒതുക്കാൻ അറിയാമെങ്കിലേ നിങ്ങളെ ഒറ്റയ്ക്ക് ഒതുക്കാൻ എനിക്കറിയാം. വെറുതെ എന്നോട് കളിക്കാൻ വരല്ലേ? നിങ്ങൾക്ക് എന്നെ ഇതുവരെ മനസ്സിലായില്ലേ? ഞാനാ വിഷ്ണു, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ആരായാലും എന്താ, എനിക്ക് വെള്ളം കിട്ടിയ അത്ര എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങളെ കെറ്റിൽ നിറച്ചപ്പോൾ ഇവിടുത്തെ കിണറ്റിലെ വെള്ളമല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എന്തോന്ന് കാണിച്ചു തരാനാ? ഞാൻ ഇവിടുത്തെ വെള്ളം കുടിച്ചു മൊത്തം. അതിനിപ്പോ എന്താ വേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളെ ഞാൻ ചെയ്തോളാം. അങ്ങനെ കിണറ്റിനകത്ത് തന്നെ നീ കിടക്ക്. നിന്റെ വയറ്റിലെ വെള്ളം മൊത്തം ഇപ്പൊ പൊട്ടി കിണറ്റിൽ തന്നെ വീണല്ലോ. അയ്യോ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും ഇങ്ങനെ കാണിക്കുന്നു വിചാരിച്ചില്ല. അയ്യോ, ആ കെട്ടിനെടുത്ത് കിണറ്റി തല്ലി പൊട്ടിച്ചു. കിണർ മൊത്തം വെള്ളമായല്ലോ, പഴയ പോലെ തന്നെ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും എന്തോ ധൈര്യം വരുന്ന താത്താത്ത സാഹൂറിനെ എടുത്താണെങ്കിലും കിണറ്റിയിടാന്. ചേച്ചി വിചാരിക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ താത്താത്ത സാഹൂർ. താത്താത്ത സാഹൂർ ഭയങ്കര ശക്തിയുള്ള ആളാ. ആ ആളിനെ ഏതാണ്ട് ഈ പ്രസിഡന്റ് ഇപ്പൊ തോപ്പിച്ചേക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ അതിനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണമല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ്